ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ രേഖകൾ ഇഡിക്ക് കൈമാറുന്നത് മനഃപൂർവ്വം വൈകിപ്പിച്ച സംസ്ഥാന സർക്കാർ. രേഖകൾ കൈമാറുന്നതിന് സർക്കാർ സാവകാശം തേടി 17-ാം തീയതി വീണ്ടും ഇഡി അപേക്ഷ സമർപ്പിക്കും. വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, ഇതിൽ ഇഡിക്ക് ഈ രേഖകൾ കൈമാറുന്നതിൽ യാതൊരു വിധത്തിലുള്ള നിയമതടസ്സവുമില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞതാണ്. എന്നിട്ടും ഈ രേഖകൾ കൈമാറുന്നതിൽ എന്തുകൊണ്ടാണ് ഈ മനഃപൂർവ്വം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ വൈകിപ്പിക്കൽ ഉണ്ടാകുന്നത്? യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭയമാണോ ഇത്തരത്തിൽ SIT ഈ രേഖകൾ കൈമാറുന്നതിന് തടസ്സമായി നിൽക്കുന്നത്? അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ED ഈ അന്വേഷണത്തിന് വേണ്ട എന്നുള്ള നിലപാടിലായിരുന്നു ആദ്യഘട്ടം മുതലേ സർക്കാരുള്ളത്. ശബരിമലയിലേക്ക് ED വേണ്ട എന്നുള്ളത്. അതുതന്നെ പിന്നീട് ഹൈക്കോടതി പറയുന്നുണ്ട് ED അന്വേഷിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള കാര്യം. അത്തരത്തിൽ EDക്ക് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ഈ വിജിലൻസ് കോടതിയിലെത്തി അവിടെ നിന്നും കൃത്യമായും രേഖകൾ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട റിമാൻഡ് റിപ്പോർട്ടുകളും അതോടൊപ്പം തന്നെ FIR അടക്കം വാങ്ങുവാൻ വേണ്ടി അപേക്ഷ സമർപ്പിക്കുന്നു. ആ അപേക്ഷ ആദ്യഘട്ടത്തിൽ തന്നെ സമർപ്പിച്ചപ്പോൾ എതിർവാദം ഉയർന്നിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം വീണ്ടും പരിഗണിക്കുന്നത് 10-ാം തീയതി, അതായത് ഇന്നത്തേക്ക് വേണ്ടി മാറ്റിയിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും ED അഭിഭാഷകൻ ഹാജരായി ഇക്കാര്യം വീണ്ടും കോടതിയെ അറിയിക്കുമ്പോൾ വീണ്ടും മറ്റൊരു ദിവസത്തേക്ക് കൂടെ മാറ്റിവെക്കുകയാണ്. അതായത് 17-ാം തീയതിക്ക് കൂടെ മാറ്റിവെക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ SITയുടെ, അതായത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ കൃത്യമായി പറയാൻ സാധിക്കും, പ്രോസിക്യൂഷൻ അറിയിക്കുന്നത് രേഖാമൂലമുള്ള എതിർപ്പ് അറിയിക്കുവാൻ കൂടുതൽ സമയം ആവശ്യമാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ കൂടുതൽ സമയം ആവശ്യപ്പെട്ടപ്പോഴാണ് അവസാന ചാൻസായി തന്നെ 17-ാം തീയതി നൽകിയിട്ടുള്ളത്. 17-ാം തീയതി കഴിഞ്ഞ് മറ്റ് കാര്യങ്ങളിലേക്കടക്കം ED കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം രേഖകൾ നൽകാൻ സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി ഇല്ല, അല്ലെങ്കിൽ അത്തരത്തിൽ രേഖകൾ നൽകാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ അതിനെ തുറന്നെതിർത്തിരുന്നു SITയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു വാദം. അത് കൃത്യമായും ED അന്വേഷണത്തെ സർക്കാർ ഭയപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം പത്മകുമാറിൽ വരെയാണ് നിലവിലെ അറസ്റ്റ് എത്തി നിൽക്കുന്നത്. ഇനി ED അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ അറസ്റ്റ് ആരിലേക്കൊക്കെ പോകുമെന്നുള്ളത് സർക്കാരിന് ആശങ്ക ജനിപ്പിക്കുന്ന ഒന്നാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കള്ളപ്പണം എന്ന് പറയുന്നത് അത് മറ്റു തരത്തിലുള്ള ബ്ലാക്ക് മണി അങ്ങനെ ആ രീതിയിലല്ല. എങ്കിൽ പോലും ഈ ശില്പങ്ങളോ അല്ലെങ്കിൽ കട്ടിടപ്പാളിയോ കടത്തിയത് വെച്ച്, അതായത് ഒരാൾ അനധികൃതമായി ഇത്തരം തെറ്റായ വഴിയിലൂടെ പണം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായും EDയുടെ അന്വേഷണത്തിൽ പെടും എന്നുള്ളതാണ്. ഈ ക്രൈമിൽ അത്തരത്തിൽ പണം സമ്പാദിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പണത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്വർണ്ണമടക്കം പല തരത്തിലും മാറ്റിയിരിക്കുന്നത്. എന്തായാലും അങ്ങനെയുള്ള ഇടപാടുകൾ ഇതിൽ കൃത്യമായി നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ED വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രേഖകളടക്കം ശേഖരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിന്, ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിന് ED തയ്യാറെടുക്കുന്നത്. പക്ഷേ അതിനെ തടസ്സം സൃഷ്ടിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോഴുണ്ടാകുന്ന ഒരു രീതി. അത് ഇനിയും 17-ാം തീയതിയും രേഖാമൂലം എതിർപ്പറിയിച്ചു കഴിഞ്ഞാൽ അതെന്തുകൊണ്ടാണ് ED ഈ കേസ് അന്വേഷിക്കുന്നതിൽ തടസ്സമെന്നത് കൃത്യമായും കോടതിയെ സർക്കാർ ബോധിപ്പിക്കേണ്ടി വരും. എന്നാൽ ആദ്യഘട്ടത്തിൽ രഹസ്യ സ്വഭാവമുള്ള കേസായ കൊണ്ട് തന്നെ EDക്ക് രേഖകൾ കൈമാറുന്നതിലൊരു താല്പര്യക്കുറവ് അല്ലെങ്കിൽ ഒരു വലിയ എതിർപ്പായിരുന്നു സർക്കാർ അറിയിക്കുന്നത്. പക്ഷേ ആ രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെ കേസ് അന്വേഷിക്കുമെന്നത് ED ഉറപ്പു നൽകുന്നുണ്ട്. അത്തരത്തിൽ EDയുടെ വഴി അന്വേഷണത്തിന് മുന്നോട്ട് പോകുമ്പോൾ അത് SITക്ക് പുറമെ മറ്റാരിലേക്കെങ്കിലും ആ അന്വേഷണം എത്തുമോ എന്നുള്ള ഒരു ആശങ്ക സർക്കാരിനുണ്ട് എന്ന് മനസ്സിലാക്കാം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, പലരുടെയും മൊഴികളിൽ നിന്ന് വന്ന പേരുകളുണ്ട്. അതായത് കടകംപള്ളിക്ക് ഉൾപ്പെടെ കുരുക്കാകുന്ന ഒരു സാഹചര്യം നിലവിലുള്ളപ്പോഴാണ് ED കൂടെ അന്വേഷണത്തിനെത്തുന്നത്. ആ EDയുടെ അന്വേഷണം തങ്ങളുടെ നേതാക്കളിലേക്കോ അല്ലെങ്കിൽ മന്ത്രിമാരിലേക്കോ അടക്കം എത്തുമോ എന്നുള്ള ഒരു ആശങ്ക സർക്കാരിനുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ശബരിമലയിൽ കൊള്ള നടത്തിയ യഥാർത്ഥ പ്രതികളിലേക്ക് ഈ അന്വേഷണം എത്തുമോ എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ജനിപ്പിക്കുന്നത് കൂടെയാണ്. മാത്രവുമല്ല, ഇപ്പോൾ ഈ 2-ാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ നടക്കാൻ പോകുകയാണ്. ഈ ഘട്ടത്തിൽ EDക്ക് രേഖകൾ സമർപ്പിക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ കൂടുതൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുമോ എന്നുള്ള ഒരു ഭയം കൂടി സർക്കാരിനുണ്ടാകാം. ഇപ്പോൾ മനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ പത്മകുമാറിൽ എത്തി നിൽക്കുകയാണ് അന്വേഷണം. തുടർന്ന് അങ്ങോട്ട് ഇതിൽ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് പത്മകുമാറിനെ ഇത്തരത്തിൽ ഈ ഒരു ചെയ്തിക്ക് പ്രേരിപ്പിച്ചത് എന്തായാലും രാഷ്ട്രീയ നേതൃത്വം അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ.
അത്തരത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ അതുപോലെ മുഖ്യമന്ത്രി ഇവരിലേക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം എത്താതിരിക്കാനുള്ള വളരെ കൃത്യമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ SITക്ക് മേൽ വലിയൊരു സമ്മർദ്ദം സർക്കാർ സ്വീകരിക്കുന്ന സാഹചര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ ഈ ഘട്ടത്തിൽ? തീർച്ചയായും അതുതന്നെയാണ്. തെരഞ്ഞെടുപ്പ് നിലനിൽക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ് ഈ ദിവസങ്ങൾ. അതോടൊപ്പം തന്നെ ഈ സമയത്ത് അന്വേഷണം അത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണത്തിലാകും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള അന്വേഷണം മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ മറ്റ് ഏജൻസികളിലേക്ക് ഈ അന്വേഷണം എത്തണ്ട എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പത്മകുമാർ വരെയാണ് അറസ്റ്റ് നിൽക്കുന്നത്. പത്മകുമാർ എന്ന് പറയുന്നത് ഈ CPMൻ്റെ തന്നെ ഒരു ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLAയും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇനി പത്മകുമാറിൽ നിന്നും പോകുന്ന അന്വേഷണം അത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് തന്നെ എന്നുള്ളതിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ N വാസു ആയാലും CPMന് വേണ്ടപ്പെട്ട ഒരാളാണ്. അത്തരത്തിൽ അന്വേഷണം നേതൃത്വത്തിലേക്ക് എത്തുമോ എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, രമേശ് ചെന്നിത്തലയടക്കം ഈ മൊഴി നൽകുവാൻ വേണ്ടി SITക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളടക്കം അത് മന്ത്രിമാർക്ക് വേണ്ടപ്പെട്ട ആളാണെന്നുള്ള വിവരം കൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടെ അന്വേഷണം കടക്കുമോ എന്നുള്ള ഒരു ആശങ്കയിലാണ് സർക്കാർ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ED അന്വേഷണം ഏത് വിധേനയും തടയുക എന്നുള്ള കാര്യം മാത്രമാണ് സർക്കാരിന് മുന്നിലുള്ളത്. അങ്ങനെ ED അന്വേഷണം തടയുകയാണെങ്കിൽ SIT അന്വേഷണം പത്മകുമാറിൽ വരെ എത്തി നിൽക്കുന്നു. ആ പത്മകുമാറിൽ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയെ സർക്കാർ കൃത്യമായി ഭയപ്പെടുന്നുണ്ട്. ഇന്ന് SITക്ക് മുൻപിൽ മൊഴി നൽകുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞൊരു സാഹചര്യമുണ്ട്. പക്ഷേ അദ്ദേഹം ഇന്ന് മൊഴി നൽകുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷേ SITയുടെ അസൗകര്യം പ്രമാണിച്ചാണ് അദ്ദേഹം മൊഴി നൽകാൻ ചെല്ലാത്തത്, അതോ അദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യപ്രകാരമാണോ എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും സ്വർണ്ണക്കൊള്ളയെ സർക്കാർ അതിഭയങ്കരമായി ഭയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നാളെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയും ഈ സ്വർണ്ണക്കൊള്ളയിലെ മറ്റ് വിവരങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടത്ര കരുതൽ SITയെ കൊണ്ട് എടുപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്.